അപ്പോൾ അൻസു ടോക്കീസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഹരികുമാർ ഗോവിന്ദൻ. ഇന്ന് എന്തെന്നില്ലാത്ത സന്തോഷത്തിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു കാര്യം അവതരിപ്പിക്കാൻ വന്നിരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഒരു നല്ല കള്ളുകുടി ഇതോടെ നിർത്തിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കാരണം ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴാണല്ലോ ഒരാൾ മദ്യപാനത്തിലേക്ക് പോകുന്നതും മദ്യപാനി അല്ലാതാകുന്നതും ഒക്കെ. അപ്പൊ അത്തരത്തിൽ കാരണം എന്ന് വെച്ചാൽ എന്റെ സന്തോഷത്തിന് കാരണം എന്തെന്ന് വെച്ചാൽ അത് മറ്റൊന്നും കൊണ്ടല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരാളെയെങ്കിലും ജീവിതത്തിൽ തന്റെ മദ്യപാനത്തിന്റെയോ പുകവലിയുടെ ഏതെങ്കിലും ഒരു ശീലത്തിൽ നിന്നും അയാളെ മോചിപ്പിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഇതിലപ്പുറം സന്തോഷം വേറെ ഒന്നുമില്ല. എന്റെ പ്രിയ സുഹൃത്താണ് കിടിലം ഫിറോസ്. അദ്ദേഹത്തിന് മുൻപ് ഒരു പരിപാടി ഉണ്ടായിരുന്നു. കാരണം ഞാനൊരു ഫോട്ടോഷൂട്ട് അദ്ദേഹത്തിന്റെ പാരമൗണ്ട് സ്റ്റുഡിയോയിലൊക്കെ വെച്ച് ചെയ്തതിന് ശേഷം ഞാൻ അദ്ദേഹത്തെ കാണുന്നത് തിരുവനന്തപുരത്തെ പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ സ്വയം തീർത്ത ഒരു തടവറയിൽ അദ്ദേഹം കിടന്നുകൊണ്ട് ഓരോരുത്തരെ കൊണ്ട് സിഗ്നേച്ചർ ചെയ്യിക്കും. എന്തിനാണെന്നറിയോ? അദ്ദേഹം ചെയ്യുന്ന വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഇനി മദ്യപിക്കില്ല എന്ന്, ലഹരി ഉപയോഗിക്കില്ല, ലഹരിക്കെതിരെ അദ്ദേഹത്തെ കൊണ്ട് ഓരോ കാര്യം അദ്ദേഹം ഓരോരുത്തരെ കൊണ്ട് ഇങ്ങനെ സിഗ്നേച്ചർ ചെയ്യിക്കുമായിരുന്നു. അപ്പൊ ഞാനിത് വളരെ സൂക്ഷ്മമായിട്ട് ഇങ്ങനെ നോക്കി. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഇങ്ങനെ ഓരോരുത്തരെ കൊണ്ട് ചെയ്യിക്കുക. അവിടെ നിന്ന് കാര്യമായിട്ട് എഴുതി കൊടുത്തിട്ട് അവൻ അപ്പുറത്ത് പോയി ബാറി കയറി അടിച്ചിട്ടായിരിക്കും പോകുന്നത്. പക്ഷെ അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഞാൻ വ്യക്തമായി ഞാൻ പറയുന്നു, ഒരാളെ പൂർണ്ണമായി ഞാൻ മദ്യപാനത്തിന്റെ ആ ഒരു നീരാളിപ്പിടുത്തത്തിൽ നിന്നും മോചിപ്പിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്ന് നിൽക്കുന്നത്. അത് മറ്റാരെയല്ല, എൻ്റെ വളരെ ഒരു ആത്മാർത്ഥ സ്നേഹിതനാണ്. അദ്ദേഹം ഒരു സീനിയറായ ഒരു ഫോട്ടോഗ്രാഫർ ആയിരുന്നു. അദ്ദേഹം അതിന് ശേഷം അദ്ദേഹം പെയിന്റ് ജോലിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ പോയിക്കൊണ്ടിരിക്കവേ അദ്ദേഹത്തിന് ഈ ഇടയ്ക്ക് ഒരു ചെറിയൊരു ചെസ്റ്റ് പെയിൻ വന്നു. അദ്ദേഹം മെഡിക്കൽ കോളേജിലായി, കുറച്ച് ക്രിട്ടിക്കലായിരുന്നു. അതിനുശേഷം അദ്ദേഹം പുറത്തിറങ്ങിയതിന് ശേഷം അദ്ദേഹത്തിന് 2 ദുശീലങ്ങൾ മാറി. ആ 2 ദുശീലങ്ങൾ മാറുന്നതിന് പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഞാൻ തന്നെയാണ്. ഞാൻ അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ പറഞ്ഞു. അത് അദ്ദേഹം വളരെ സ്നേഹത്തോടു കൂടി സ്വീകരിക്കുകയും ചെയ്തു. അദ്ദേഹം ഇന്ന് പരിപൂർണമായും മദ്യപാനത്തിൽ നിന്ന് മുക്തനായിരിക്കണം. അതിന്റെ ഫുൾ ക്രെഡിറ്റ് എനിക്കാണ്. അതിന്റെ ഒരു സന്തോഷമാണ് എൻ്റെ മുഖത്ത് നിങ്ങൾ കണ്ടത്. ഞാൻ അതുകൊണ്ട് നിങ്ങൾക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താം. വിജയണ്ണ വാ. കണ്ടോ, ഈ വരുന്ന മുതലാണ് ഞാൻ പറഞ്ഞ ആ കള്ളുകുടിയൻ. കണ്ടോ, ഇന്ന് നിൽക്കുന്നുണ്ടോ? കള്ളുകൂടിയില്ല, ഒന്നുമില്ല, എല്ലാ ദുശീലവും മാറി. ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരാളെ പണ്ട് അവതരിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ ഒരു കുട്ടാണ്ണൻ. എൻ്റെ കുറച്ച് മുമ്പുള്ള ചില എപ്പിസോഡ്സിന് മുമ്പ് എടുത്തു നോക്കിയാൽ അറിയാം, അദ്ദേഹം മദ്യപിക്കില്ല, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇന്ന് ജോലിയിൽ ജീവിക്കാനെന്ന് അദ്ദേഹം കഴിയുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ വിജയണ്ണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മദ്യമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയിരുന്നു. ഇപ്പം മദ്യം കണ്ടാൽ തന്നെ അലർജി. എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? നമ്മുടെ സർക്കാർ ഇങ്ങനെ പോയി എങ്ങനെ ജീവിക്കും? ഇതുപോലെ 10 വിജയണ്ണന്മാർ വിചാരിച്ചാൽ എന്ത് പറ്റുമെന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ സർക്കാരിൻ്റെ കാര്യം, എല്ലാ ബാറുകളും പൂട്ടും. നമ്മൾക്ക് പൂട്ടിക്കണമെന്ന് ഇങ്ങനെ ഓരോരുത്തരുടെ മദ്യപാനത്തിൽ നിന്ന് ഇങ്ങനെ ഓരോരുത്തരെയായി നമുക്ക് പിന്തിരിപ്പിച്ച് നമുക്ക് ബാറുകൾ പൂട്ടിക്കണം. അതാണ് നമുക്ക് വേണ്ടത്. വിജയണ്ണ ബാക്കി കാര്യങ്ങൾ പറ. വിജയണ്ണൻ തന്നെ പറയൂ, എങ്ങനെയാണ്, ഞാൻ എന്തുകൊണ്ടാണ് വിജയണ്ണൻ പറഞ്ഞത് അനുസരിച്ചത്? വിജയണ്ണ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അനുസരിച്ച് അത് പറയും. ഞാൻ അനുഭവിച്ച അനുഭവങ്ങൾ കൊണ്ട് തന്നെയാണ്. ഞാൻ മുമ്പ് പറയുമ്പോൾ ഇത് ചെയ്യുമായിരുന്നു. മുമ്പ് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ അനുസരിക്കുമായിരുന്നു. ഇല്ല. എന്തുകൊണ്ട്? അപ്പോൾ ഞാനൊരു കളിയെ ഒരു നിസ്സാരമായി കണ്ടു. അതെന്തുകൊണ്ടാണ് നിസ്സാരമായിട്ട് കണ്ടത്? എന്റെ അപ്പോഴത്തെ ആരോഗ്യസ്ഥിതി അങ്ങനെയായിരുന്നു. അന്ന് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആരെയും വകയില്ലായിരുന്നു, വെള്ളം അടിച്ചുകൊണ്ട് നടന്നു അല്ലേ? ഓക്കെ. അപ്പൊ ഇന്നെന്താണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിന് ശേഷം എന്തെങ്കിലും ബുദ്ധിമുട്ട് വിജയണ്ണനുണ്ടോ? അതായത് മദ്യം നിർത്തിയതുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് നിർത്തേണ്ടി വന്നത് കാരണം വീണ്ടും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇല്ല, അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. യാതൊന്നുമില്ലല്ലോ. 2 ആഴ്ചയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറി. വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടായിരുന്നു വിട്ടതിന്റെ? പുകവലിയുടെ ആണോ അതോ ലിക്കറിന്റെ ആണോ? രണ്ടിന്റെയും. ഇപ്പൊ ഒന്നും തോന്നുന്നില്ലല്ലോ. ഇനി ആരെങ്കിലും ഉപയോഗിക്കുന്ന കണ്ടാൽ ഒരു പ്രേരണയാകുമോ ചെയ്യാൻ? ഇല്ല. സത്യമാണല്ലോ. എന്റെ കൈ തൊട്ട് സത്യം ചെയ്യണം. ഇനി ചെയ്യില്ലല്ലോ. ഇതെനിക്ക് തന്ന വാക്കാണ്. എനിക്ക് മാത്രമല്ല, കണ്ടുകൊണ്ടിരിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, അവർക്ക് കൂടി കൊടുത്തിരിക്കുന്ന ഒരു വാക്കാണ്. ഇനി ഒരിക്കലും മദ്യപിക്കില്ല. മദ്യപാനം ഇതോടുകൂടി പൂർണ്ണമായി നിർത്തിയാണ്. ഒരു ലഹരി വസ്തുക്കളും ഉപയോഗിക്കില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് അണ്ണൻ എനിക്ക് തന്നിരിക്കുന്ന വാക്ക്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് നിർത്താൻ എന്തെങ്കിലും ഒരാൾ പറഞ്ഞതുകൊണ്ട് മാത്രം ഒരാൾ നിർത്തണമെന്നില്ല. അതിന് പിന്നിൽ മാനസികമായ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഞാനിപ്പോ കണ്ടതല്ലേ, അതെ, അനുഭവിച്ച കഷ്ടം. അതെ. അപ്പോൾ ഇനി ഇത് തുടർന്നാൽ എനിക്ക് എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നി. അങ്ങനെ ഞാൻ മതിയാക്കി.
അപ്പൊ ഇനി ഒരിക്കലും ഇതിലേക്ക് പോകത്തില്ല എന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, കണ്ടില്ലേ, ഈ ഒരു ഉറപ്പാണ് നമുക്ക് വേണ്ടത്. ഒരു കാരണവശാലും നമ്മുടെ മുന്നിൽ വരുന്ന ഏതൊരു മനുഷ്യനെയും നമ്മൾ നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. അദ്ദേഹത്തെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു അനുഭവത്തിലൂടെ കടന്നു ചെന്നിട്ടായാൽ പോലും നമ്മൾക്ക് ഉപദേശിച്ച ഒരു മനുഷ്യനെ ആ ഒരു ദുശീലത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ നമ്മളത് ചെയ്തിരിക്കണം. കാരണം ഇത് തന്നെ, ഈ നിൽക്കുന്നത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ കാരണം. ഇന്ന് അദ്ദേഹം ജീവനോടെ നിൽക്കുന്നെങ്കിൽ അതിന് പ്രധാന കാരണങ്ങളിലൊന്ന് അദ്ദേഹം മദ്യപാനം ഉപേക്ഷിച്ചത് കൊണ്ടൊന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് മാത്രമല്ല, ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിൽ തനിക്ക് ആരും ഉണ്ടാകത്തില്ല എന്ന്, താൻ മദ്യപിച്ച് എന്തെങ്കിലും വരുത്തി വെച്ചാൽ തനിക്ക് താൻ തന്നെ മാത്രമേ കാണൂ, വേറെ ആരും കൂടെ ഉണ്ടാവില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടായി എന്ന് തന്നെ എനിക്ക് നേരിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണ് എന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇതിൽ നിന്ന് പിന്തിരിയാൻ, ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല അദ്ദേഹം ഇതിൽ നിന്ന് പിന്തിരിയാൻ തയ്യാറായത്. അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇപ്പോൾ ഈ നിർത്തിയിരിക്കുന്ന നമ്മുടെ വിജയാണ്ണനെ ഞാൻ സന്തോഷപൂർവ്വം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ നിർത്തി തന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഒറ്റ കാര്യമുള്ളൂ, മദ്യപാനം അദ്ദേഹം ഉപേക്ഷിച്ചു, പരിപൂർണമായി ഉപേക്ഷിച്ചു. ഇതുപോലെ നമുക്ക് ഇനിയും ഒരുപാട് വിജയാണ്ണന്മാരെ നേരെയാക്കാനുണ്ട്. അവരെ നേരെയാക്കണം. നമുക്ക് അവരുടെ മദ്യപാനത്തിൽ നിന്ന് അവരെ പൂർണ്ണമായി മോചിപ്പിക്കണം. നമ്മുടെ സർക്കാരിനിട്ട് ഒരു മുട്ടം പണിയും കൊടുക്കണം. എന്താ കൊടുക്കണ്ടേ? വേണം. വിജയണ്ണ, ഓക്കെ, ഹാപ്പി.